തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ എന്നെയും. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചന വിചിന്തനത്തിൻ്റെ ബൈബിൾ പഠന പരമ്പരയുടെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. എല്ലാവരെയും ഈ എപ്പിസോഡിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു, പ്രാർത്ഥനയോടുകൂടി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ രാജാക്കന്മാരുടെ പുസ്തകത്തെക്കുറിച്ചുള്ള പ്രതിപാദനമായിരുന്നു നമ്മൾ നടത്തിയിരുന്നത്. എന്നാൽ ഈ ആഴ്ച, കഴിഞ്ഞ ആഴ്ച നമ്മൾ ആരംഭിച്ചു, പ്രവാചകന്മാരുടെ പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആരാണ് പ്രവാചകൻ, എന്താണ് പ്രവചനം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള സൂചനകൾ കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുകയാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 17-ാം അധ്യായം വരെയാണ് നമ്മൾ കണ്ടത്. തുടർന്ന് വരുന്ന അധ്യായങ്ങൾ അതിൻ്റെ ചരിത്രവും അതിൻ്റെ പ്രാധാന്യവും ദൈവശാസ്ത്രവും ഒക്കെ അല്പം കൂടെ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് തൽക്കാലം അവിടെ കൊണ്ട് നിർത്തിയത്. ഇന്ന് പ്രവാചകന്മാരുടെ ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട പ്രവാചകന്മാരും എഴുതപ്പെടാത്ത പ്രവാചകന്മാരുമുണ്ട്. ലിറ്റററി ആൻഡ് നോൺ ലിറ്റററി പ്രോഫറ്റ്സ് എന്നാണ് ഇവരെയൊക്കെ വിശേഷിപ്പിക്കുക. എഴുതപ്പെടാത്ത പ്രവാചകന്മാരെ കുറിച്ചാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഏലിയ പ്രവാചകൻ, എലീശ പ്രവാചകൻ, അഹിയ പ്രവാചകൻ, ഇവരൊക്കെ അവര് സ്വന്തമായിട്ട് അവരുടെ പേരില് പുസ്തകങ്ങളൊന്നും രചിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് അവരെ എഴുതപ്പെടാത്ത പ്രവാചകന്മാരെന്ന് വിശേഷിപ്പിച്ചത്, നോൺ ലിറ്റററി പ്രോഫറ്റ്സ്. എന്നാൽ എഴുതപ്പെട്ട പ്രവാചകന്മാരെ കുറിച്ചുള്ള ചിന്തകളാണ് തുടർന്ന് വരുന്ന ഭാഗത്ത് നമ്മൾ കാണുക. അവരെയാണ് ആമോസ് മുതലുള്ള പ്രവാചകന്മാരുടെ ഒരു ഗണം, 12 ചെറിയ പ്രവാചകന്മാരും 4 വലിയ ഉൾപ്പെടുന്ന ഒരു വലിയ പ്രവാചക സാഹിത്യ രൂപമാണ് പ്രധാനമായിട്ടും പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ സാഹിത്യ രൂപം എന്ന് പറയുക? പ്രവചനം എന്ന് പറയുന്നത് ഒരു സാഹിത്യ രൂപമാണ്. മറ്റ് വിശുദ്ധ ഗ്രന്ഥത്തിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ, വിശുദ്ധ ഗ്രന്ഥത്തിലെ മറ്റ് സാഹിത്യ രൂപങ്ങളിൽ ഉള്ളതുപോലെ തന്നെ ഉപമകളുണ്ട്, പാരബിൾസ് അല്ലെങ്കിൽ ഉപമകള്, അതുപോലെ തന്നെ പദ്യങ്ങള്, ഗദ്യങ്ങള്, നാടകങ്ങള്, നോവലുകള്, ഇവയെല്ലാം തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കണ്ടുവരുന്ന ഉപമകൾ, സാഹിത്യ രൂപങ്ങളാണ്. ആ സാഹിത്യ രൂപങ്ങളോട് ചേർത്താണ് ഈ പ്രവാചക സാഹിത്യ രൂപം, ശൈലി നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുക. ഇത് നമ്മൾ ഈ പുസ്തകങ്ങളിൽ മാത്രമല്ല പ്രവാചക സാഹിത്യ ശൈലി കാണുന്നത്. ദസ് സസ് ദ ലോർഡ്, ഹെബ്രായ ഭാഷയിൽ കോ അമാർ അദോണായി ലെമോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദസ് സസ് ദ ലോർഡ് സെയിങ്, കർത്താവ് ഇപ്രകാരം പറഞ്ഞു എന്ന് തുടങ്ങുന്ന വചനഭാഗങ്ങളെല്ലാം തന്നെ പ്രവാചകന്മാരുടെ സാഹിത്യ ശൈലിയിൽപ്പെട്ടവരാണ്. ഒരു പ്രവാചക ശൈലിയാണ് സംഖ്യയുടെ പുസ്തകത്തിന്റെ 22 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിലൂടെ കണ്ടുവരുന്ന ബാലാമിന്റെ പ്രവചനങ്ങൾ എന്ന് പറയുന്ന ഒരു സാഹിത്യ ശൈലി. അപ്പൊ അതുകൊണ്ട് പഴയ നിയമത്തിലെ ഈ ശൈലി എന്ന് പറയുന്ന സാഹിത്യ ശൈലി, പ്രവാചക സാഹിത്യ ശൈലി എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് മറ്റു പുസ്തകങ്ങളിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് പ്രവാചക സാഹിത്യ ശൈലി എന്ന് ഇതിനെ വിശേഷിപ്പിക്കുക. ഈ പ്രവാചകന്മാർക്ക് ഒട്ടേറെ ഗുണങ്ങളുണ്ട്. പലപ്പോഴും ഇവരുടെ പേരുകൾ തന്നെ ഇവരുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഈ പുസ്തകത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി തരുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ജെറമിയ എന്ന് പറയുന്ന പേര്
യെറമിയാഹു ദൈവം ഉയർത്തപ്പെട്ടവനാകുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു പേരിന്റെ പൂർണ്ണ രൂപം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അല്ലെങ്കിൽ അത് ആ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. രണ്ടാമതായി നമുക്ക് കാണുന്നത് ഹോസേയ അല്ലെങ്കിൽ ഏഷ്യ പ്രവാചകൻ എന്ന് പറയുന്ന വ്യക്തി യെശയ്യാഹു ദൈവം രക്ഷകനാണ് എന്ന് അറിയിക്കുന്ന ഒരു പ്രവാചകനാണ്. അതുകൊണ്ടാണ് ആ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലാണ് ഇമ്മാനുവേൽ പ്രവചനങ്ങളൊക്കെ കടന്നു വന്നിരിക്കുന്നത്. ദൈവം രക്ഷകനാണെന്ന് അറിയിക്കുക. ഹെസക്കിയേൽ എന്ന് പറയുന്ന പ്രവാചകൻ, ഹെസക്കിയേൽ കർത്താവ് ശക്തനാണ് എന്ന് കാണിക്കുന്നതാണ്. ഹദ്സാക്ക് ദൈവത്തിന്റെ ശക്തി സൂചിപ്പിക്കുന്നതാണ്. ഇങ്ങനെ പേരുകൾ പോലും തന്നെ ആ പുസ്തകത്തിന്റെ പ്രാധാന്യത്തെ അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റിനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. 1, 2, 3, 4 പ്രത്യേകതകൾ നമുക്കൊന്ന് പ്രത്യേകിച്ച് ഈ പ്രവചന പുസ്തകങ്ങളുടെ പ്രത്യേകതകൾ നമ്മളൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മളുടെ അനുദിന വിശുദ്ധ ഗ്രന്ഥ വായനകളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഒഴിവാക്കുന്ന വചനഭാഗമാണ് പ്രവാചകന്മാരുടെ പുസ്തകം. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അതിൻ്റെ സാഹിത്യ ശൈലി മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ എഴുത്ത് നമുക്ക് ഗ്രാഹ്യമില്ലാത്തതുകൊണ്ടായിരിക്കാം. എന്തു തന്നെയായാലും ഈ ഈ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളൊക്കെ മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. നമുക്ക് എളുപ്പമുള്ള വചനഭാഗങ്ങളാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം, സുഭാഷിതങ്ങളുടെ പുസ്തകമൊക്കെ നമുക്ക് എളുപ്പം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളെ ആദ്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതിന് ശേഷം ഈ പുസ്തകങ്ങളുടെ കണ്ടന്റിലേക്ക് നമുക്ക് പ്രവേശിക്കുന്നതായിരിക്കും നല്ലത്. ഒന്നാമതായി, ഈ പുസ്തകത്തിന്റെ ഉള്ളിൽ ഒരു ചരിത്രം ഒളിഞ്ഞു കിടപ്പുണ്ട്. അതായത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ചരിത്രമാണത്. ഏത് പുസ്തകം, ഏത് പ്രവാചകന്മാരുടെ പുസ്തകം എടുത്ത് നോക്കിയാലും അതിന്റെ ഒട്ടുമിക്ക പ്രവാചകന്മാരുടെ പുസ്തകങ്ങളുടെയും ആരംഭത്തിൽ തന്നെ അതിന്റെ ചരിത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ആരുടെ കാലത്താണ്, ഏത് കാലത്താണെന്നൊക്കെ ഉള്ള ഒരു ചരിത്രം നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഹോസിയയുടെ പുസ്തകം എടുത്ത് നോക്കിക്കേ. ഹോസിയയുടെ പുസ്തകത്തിന്റെ ആരംഭത്തിൽ ഉസിയ, ജോഥാം, ആഹാസ്, ഹെസക്കിയ എന്നിവർ യൂദായുടെയും യോവാഷിന്റെ മകൻ ജെറോബോവാം ഇസ്രായേലിന്റെയും രാജാക്കന്മാരായിരുന്ന കാലത്ത് ബേരിയയുടെ മകൻ ഹോസിയായ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. ആമോസിന്റെ പുസ്തകം എടുത്ത് നോക്കിയേ. തെക്കോവായിലെ ആട്ടിടയന്മാരിൽ ഒരുവനായ ആമോസിന്റെ വാക്കുകൾ യൂദാ രാജാവായ ഉസിയായുടെയും ഇസ്രായേൽ രാജാവും യോവാഷിന്റെ പുത്രനുമായ ജെറോബോവാമിന്റെ കാലത്ത് ഭൂകമ്പത്തിന് 2 വർഷം മുമ്പ് എഴുതപ്പെട്ട ഇസ്രായേലിനെ കുറിച്ചുള്ള അവനുണ്ടായ അരുളപ്പാട്. ഇങ്ങനെ ഓരോ പുസ്തകങ്ങളുടെയും തലക്കെട്ട് നമുക്ക് ഇതിന് കാണാൻ സാധിക്കും. ഈ തലക്കെട്ട് നമ്മളെ സൂചിപ്പിക്കുന്നത് ഇവരുടെയൊക്കെ കാലഘട്ടങ്ങളിലാണ് ഈ പുസ്തകത്തിന് ആസ്പദമായിട്ടുള്ള അല്ലെങ്കിൽ പുസ്തകത്തിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രവാചക ശബ്ദം കടന്നു വന്നിരിക്കുക. അത് എഴുതപ്പെട്ടു എന്ന് ഞാൻ പറയില്ല, കാരണം അതിന് വേറൊരു അർത്ഥമുണ്ട്. കാരണം ഈ പുസ്തകങ്ങൾ അവരുടെ കാലത്ത് എഴുതപ്പെട്ടു എന്ന് ഞാൻ പറയില്ല, കാരണം എഴുതപ്പെടുന്നത് പിന്നീടാണ്. അത് ആ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളെ അപഗ്രഥിക്കുകയാണ് ചെയ്യുന്നത് പ്രവാചകന്മാർ ചെയ്യുന്നത്. ഇതാണ് പ്രവാചകന്മാരുടെ ജോലി. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കണം അതിൻ്റെ സൂപ്പർ സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ തലക്കെട്ട് നമ്മൾ നോക്കണം. ആ തലക്കെട്ട് നോക്കിക്കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ചരിത്രം നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്കതിനെക്കുറിച്ച് ആ കാലഘട്ടത്തിൽ എന്തൊക്കെ സംഭവിച്ചെന്നും ആ സംഭവത്തെക്കുറിച്ച് എങ്ങനെയാണ് പ്രവാചകന്മാർ സംസാരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത് പറഞ്ഞതുകൊണ്ട് തന്നെ ഇതിനോട് ചേർത്ത് ഒരു സംഭവം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. കാരണം നമ്മൾ വായിക്കുമ്പോൾ, ഇതിന്റെ ചരിത്രം ആരംഭത്തിൽ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇന്ന കാര്യങ്ങളാണ് നടന്നത് എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് കിട്ടും. ഏതായാലും പ്രവാചകന്മാരുടെ ഒരു പുസ്തകത്തിൽ പോലും ചരിത്രത്തെ ആസച്ചായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. യെശയ്യായുടെ പുസ്തകത്തിലും ജെറമ്യായുടെ പുസ്തകത്തിലും ഒക്കെ ചരിത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എങ്കിലും
സച്ചായിട്ട് ചരിത്രത്തിന്റെ ഇതായിരുന്നുവെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചരിത്രത്തെ ഈ പ്രവാചകന്മാർ കണ്ടത് ദൈവശാസ്ത്ര ചരിത്രമായിട്ടാണ്, വിശ്വാസത്തിന്റെ ചരിത്രമായിട്ടാണ് അവർ കണ്ടത്. അതുകൊണ്ടാണ് അവര് പ്രവാചക ഗ്രന്ഥങ്ങളിലൊന്നും തന്നെ ചരിത്രത്തെ അവതരിപ്പിക്കാതെ പോകുന്നത്. അതുകൊണ്ട് ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പുസ്തകങ്ങളിലൊന്നും കാണുകയില്ല. നമുക്കറിയാം ഇതിന്റെ വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. ആമോസിന്റെ പുസ്തകത്തിലും ഹോസിയയുടെ പുസ്തകത്തിലും ഒക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അതിന്റെ തലക്കെട്ട് കാണും. ആ തലക്കെട്ടിന് ശേഷം കാണുന്നത് മറ്റ് ചില പ്രത്യേകതകളാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എന്നാൽ ജെറമിയായുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ജെറമിയായുടെ പുസ്തകമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ബാബിലോൺ അല്ലെങ്കിൽ ജൂദാദേശക്കാർ ബാബിലോണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന സമയമാണ്. ആ സമയത്തെക്കുറിച്ചുള്ള ചരിത്രം വളരെ വളരെ സമ്യക്കായിട്ട് അവതരിപ്പിക്കുന്നത്, അതിന്റെ ദൈവശാസ്ത്രമാണ് കൂടുതലായിട്ട് അവതരിപ്പിക്കുന്നത്. എസെക്കിയേലിന്റെ പുസ്തകത്തിൽ എക്സൈലിന്റെ അല്ലെങ്കിൽ പ്രവാസകാലത്തിന്റെ ചരിത്രം അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും അതെങ്ങനെയാണ് പ്രവാസകാലം ആരംഭിച്ചത് എന്നതിനെക്കുറിച്ചുള്ള സൂചനകളൊന്നും കൊടുത്തിട്ടില്ല. യേശയ്യായുടെ പുസ്തകത്തിൽ പ്രവാസകാലത്ത് നിന്ന് തിരിഞ്ഞുള്ള യാത്ര 40 മുതലുള്ള അധ്യായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവിടെ വെച്ച് നടന്ന സംഭവങ്ങളൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. മറിച്ച് അതിന്റെ പിന്നിലുള്ള ദൈവശാസ്ത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുക. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആകത്തുക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് ചരിത്രത്തെ അതിന്റെ പൂർണ്ണതയിൽ അവതരിപ്പിക്കുന്നു എന്നതിലുപരിയായി ചരിത്രത്തിലൂടെ കടന്നു വന്നിരിക്കുന്ന ദൈവശാസ്ത്ര വീക്ഷണത്തെ വിശുദ്ധ ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുകയാണ് ഈ വിശുദ്ധ വചനഭാഗങ്ങളിലൂടെ. അതാണ് ഒന്നാമതായിട്ട് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് വായിക്കുമ്പോൾ നമുക്ക് ബ്ലോക്ക് ആകുന്ന സംഗതി ഇതാണ്: എന്താണ് ഇതിൻ്റെ അകത്ത് ഉള്ളിലുള്ള ചരിത്രമെന്ന്. ആ ചരിത്രം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ രാജാക്കന്മാരുടെ പുസ്തകങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമതായി നമ്മൾ കാണുന്നത്, ഈ പുസ്തകങ്ങൾക്ക് ഒരു പ്രത്യേക സാഹിത്യ ശൈലിയുണ്ട്. ആ സാഹിത്യ ശൈലി അത് പ്രവാചകന്മാരുടെ സാഹിത്യ ശൈലിയാണ്. അത് പ്രവാചകന്മാരെങ്ങനെയാണ് ഈ ഓരോ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്, പ്രവാചകന്മാർ ആരാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ പ്രവാചകന്മാർ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ആരാണ് ആദ്യത്തെ പ്രവാചകൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് ഉത്തരം നൽകുന്നത് നിയമാവർത്തന പുസ്തകം 18-ാം അധ്യായം 15-ാമത്തെ തിരുവചനത്തിൽ മോശ തന്നെക്കുറിച്ച് തന്നെ പറയുന്ന ഒരു അരുളപ്പാടാണ്. അത് ഇപ്രകാരമാണ്: എന്നെപ്പോലെ നിങ്ങളുടെ ഇടയിൽ നിന്ന് കർത്താവ് എന്നെപ്പോലെ ഒരു പ്രവാചകനെ ഉയർത്തും, അവനെ നിങ്ങൾ കേൾക്കുവിൻ. എന്നെപ്പോലെ ഒരു പ്രവാചകനെ ഉയർത്തും. മോശയുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രവാചക ദൗത്യത്തെ നമുക്ക് കാണുന്നത് നമ്മളുടെ ബുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്ന രീതിയിലല്ല. ഏതെങ്കിലും തരത്തിലുള്ള ക്ഷാമത്തെക്കുറിച്ചോ ഏതെങ്കിലും തരത്തിലുള്ള ക്രോധത്തെക്കുറിച്ചോ ഒന്നും തന്നെ പ്രവാചകനായ മോശ മുന്നറിയിപ്പ് നൽകുന്നില്ല. മറിച്ച്, ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മറിച്ച് ഈ പ്രവാചകന്റെ ദൗത്യം ദൈവത്തിന്റെ വചനത്തെ ഇന്റർപ്രറ്റ് ചെയ്യുകയാണ്. ദൈവത്തിന്റെ വചനത്തെ അത്രമാത്രം വ്യാഖ്യാനിക്കുകയാണ്. കൃത്യമായിട്ടുള്ള ദൈവിക വെളിപാട് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ നിൽക്കുക. അതുകൊണ്ട് പ്രവാചകന്റെ ദൗത്യം ദൈവിക വെളിപാടിനെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ്, മറ്റുള്ളവരിലേക്ക് കൊടുക്കുകയാണ്, അതിനെ വ്യാഖ്യാനിക്കുകയാണ്. അതാണ് പ്രവാചകന്റെ ദൗത്യമായിട്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും വെച്ച് ഒരു രാജാവ് അല്ലെങ്കിൽ ജനം തെറ്റ് ചെയ്താൽ ആ രാജാവ് അല്ലെങ്കിൽ ജനത്തെ ഈ പ്രവാചകൻ വന്ന് ശിക്ഷിക്കുന്നതായിട്ട് കാണാം. മോശയുടെ കാര്യം തന്നെ ഇത് തന്നെയല്ലേ? മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇതാ മോശ കാണുന്നത് അഹ്റോനും കൂട്ടരും കാളക്കുട്ടിയെ ആരാധിക്കുന്നതാ. അതിന് മുമ്പിൽ വെച്ച് ഈ കയ്യിലുണ്ടായിരുന്ന ഈ 10 കൽപ്പലകളെ 10 പ്രമാണങ്ങൾ അടങ്ങിയിരിക്കുന്ന 2 കൽപ്പലകളെ എറിഞ്ഞു പൊട്ടിച്ചതായിട്ട് വിശുദ്ധ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് സംസാരിക്കുന്നു. എന്താണ് ദൈവത്തിന്റെ പ്രഥമമായിട്ടുള്ള കൽപ്പന? ഏകദൈവത്തെ ആരാധിക്കുക എന്നുള്ള കൽപ്പന. അതിനുശേഷം അദ്ദേഹം മലയുടെ മുകളിലേക്ക് വീണ്ടും പോകുന്നു. 40 രാവും 40 പകലും ഈ ജനത്തിനു വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ച് വീണ്ടും കൽപ്പനകൾ സ്വീകരിക്കുന്നതിലൂടെയാണ് യഥാർത്ഥത്തില്
ഈ പ്രവാചകന്റെ ദൗത്യം പൂർണ്ണമായിട്ട് മാറുക. ഇത് തന്നെയാണ് എല്ലാ പ്രവാചകന്മാരിലും നമ്മൾ കാണുന്നത്. ദൈവിക വചനത്തെ, ദൈവത്തിന്റെ ജ്ഞാനത്തെ ജനത്തിനു മുമ്പാകെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് പ്രവാചകന്റെ ദൗത്യമായിട്ട് വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ പ്രവാചകൻ എപ്പോഴും ഇന്റർപ്രറ്റർ ഓഫ് ദ ലോ, തൊറ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ, തൊറ എന്ന് പറയുന്ന ദൈവത്തിന്റെ നിയമത്തെ ഇന്റർപ്രറ്റ് ചെയ്യുകയാണ്. ഇനി നിങ്ങൾ ചോദിക്കുമായിരിക്കും, എന്താണ് ദൈവത്തിന്റെ നിയമം? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 613 നിയമങ്ങൾ ഏകദേശം ഇസ്രായേലിന്റെ മതജീവിതത്തിലുണ്ട്. ഈ 613 നിയമങ്ങളെയും വ്യാഖ്യാനിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, അങ്ങനെയല്ല നമ്മൾ കരുതേണ്ടത്. മറിച്ച് ഈ നിയമങ്ങളുടെയൊക്കെ ഒരു സത്ത നമ്മൾ കാണുന്നത് 10 പ്രമാണങ്ങളിലാണ്. അതുകൊണ്ടാണ് 10 പ്രമാണങ്ങളെ ദൈവിക നിയമങ്ങളുടെ ഒരു സത്തയായിട്ട്, അല്ലെങ്കിൽ അതിന്റെ അബ്രിഡ്ജ്ഡ് ഫോം ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. ഈ 10 പ്രമാണങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നത്, അത് ഈ 10 പ്രമാണങ്ങൾ ഇസ്രായേൽ ജീവിതത്തിന്റെ എല്ലാ നിയമങ്ങളുടെയും സാരസംഗ്രഹമാണ്. അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ മതജീവിതത്തില് 3 പ്രധാനപ്പെട്ട നിയമസംഹിതകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് കവനന്റ് കോഡ്, ഉടമ്പടിയുടെ പത്രിക എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുക. പുറപ്പാടിന്റെ പുസ്തകം 21 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിലാണ് ഉടമ്പടിയുടെ പത്രികയെക്കുറിച്ചുള്ള പ്രമാണം രേഖപ്പെടുത്തിയിരിക്കുക. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പലവിധ നിയമങ്ങളാണ്. അതിനുശേഷം അതിന്റെ സമാപനത്തിൽ ആ നിയമങ്ങളെല്ലാം ജനത്തിനു മുമ്പിൽ കൊണ്ടുവന്ന് മോശ വായിക്കുകയും അതുവഴിയായിട്ട് ആളുകൾ പറയുകയും ഞങ്ങൾ ഇതെല്ലാം ചെയ്തോളാം എന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെയാണ് ഉടമ്പടിയുടെ പത്രികയുടെ പൂർണ്ണത കടന്നു വരുന്നത്. അതുകൊണ്ട് ഉടമ്പടിയുടെ പത്രികയാണ് ഒന്നാമത്തെ നിയമസംഹിത എന്ന് പറയുക. രണ്ടാമതായിട്ട് കാണുന്നത് ലേവ്യരുടെ പുസ്തകത്തിന്റെ 17 മുതൽ 26 വരെയുള്ള തിരുവചന അധ്യായങ്ങളാണ്. 17 മുതൽ 26 വരെയുള്ള അധ്യായങ്ങൾ, അതിനെയാണ് ഹോളിനെസ് കോഡ് എന്ന് വിശേഷിപ്പിക്കുക. ഇത് സാധാരണയായിട്ട് ഈ പുസ്തകത്തിന്റെ 17 മുതൽ 26 വരെയുള്ള അധ്യായങ്ങളെ ഹോളിനെസ് കോഡ് എന്ന് വിശേഷിപ്പിക്കുമെങ്കിലും ഇതിന്റെ പശ്ചാത്തലവും ഇതിന്റെ സ്ട്രക്ചറും, ലേവ്യരുടെ പുസ്തകത്തിന്റെ പശ്ചാത്തലവും ലേവ്യരുടെ പുസ്തകത്തിന്റെ സ്ട്രക്ചറും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന 11 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളെ അത് ഒരു നിയമസംഹിതയുടെ ആരംഭമായിട്ടും, രണ്ടാമത് 17 മുതൽ 26 വരെയുള്ള അധ്യായങ്ങളെ ഹോളിനെസ് കോഡിന്റെ രണ്ടാമത്തെ ഭാഗമായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. ശുദ്ധവും അശുദ്ധവും ഏതാണെന്നും വിശുദ്ധവും അവിശുദ്ധവും ഏതാണെന്നുമുള്ള തിരിച്ചറിവ് കൊടുക്കുന്ന വചനഭാഗങ്ങളാണ് പ്രധാനമായിട്ടും ഈ 11 മുതൽ 15 വരെയും 17 മുതൽ 26 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ കാണുക. അപ്പോൾ നമ്മൾ ചോദിക്കും, 16-ാമത്തെ അധ്യായം എന്താണ്? അതാണ് യഥാർത്ഥത്തിൽ പാപപരിഹാര ദിനത്തെക്കുറിച്ചുള്ള സൂചനകൾ. അതെന്തുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നു? അത് 10-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന നാദാബും അബീറാമും ഒക്കെയുള്ള ആ ദൈവത്തിന്റെ ദൈവിക കൽപ്പനകളെ ധിക്കരിച്ചവർക്ക് ദൈവം കൊടുക്കുന്ന ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജനം നടത്തുന്ന പാപപരിഹാര ബലിയുമായിട്ടാണ് ഇത് യോജിച്ചു പോകുന്നത്. ഇങ്ങനെയാണ് ലേവ്യരുടെ പുസ്തകത്തിന്റെ നിയമസംഹിത ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുക. മൂന്നാമത്തെ ഒരു നിയമസംഹിതയാണ് നിയമാവർത്തന പുസ്തകത്തിലെ നിയമസംഹിത. അത് 12-ാമത്തെ അധ്യായം മുതൽ 26-ാമത്തെ അധ്യായം വരെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് നിയമാവർത്തന പുസ്തകത്തിന്റെ നിയമസംഹിത. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള 3 നിയമസംഹിതകൾ ഇസ്രായേൽ ജനത്തിന്റെ മതജീവിതത്തിന്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും അതിൻ്റെയൊക്കെ ആരംഭത്തിലോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഇടയ്ക്കായിട്ടോ ഈ 10 പ്രമാണങ്ങളെ വിശുദ്ധ ഗ്രന്ഥം തിരികെ കയറ്റിയിട്ടുണ്ട്. അതിപ്രകാരമാണ് പുറപ്പാടിന്റെ പുസ്തകത്തിന് 21 മുതൽ തുടങ്ങുന്ന കവനന്റ് കോഡിന് തൊട്ടു മുമ്പായി 20-ാമത്തെ അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ 10 പ്രമാണങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. രണ്ടാമതായി ലേവ്യരുടെ പുസ്തകത്തിന്റെ 17 മുതൽ 26 വരെയുള്ള അധ്യായങ്ങളെ ഹോളിനെസ് കോഡായിട്ട് പറയുന്നെങ്കിൽ അതിന്റെ 19-ാമത്തെ അധ്യായത്തിൽ ഈ 10 പ്രമാണങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിയമാവർത്തന പുസ്തകത്തിന്റെ 12 മുതൽ 26 വരെയുള്ള അധ്യായങ്ങളെ നിയമാവർത്തന നിയമഗ്രന്ഥങ്ങൾ എന്ന് വിശേഷിപ്പിക്കുമെങ്കിൽ അതിൻ്റെയൊക്കെ ആരംഭത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ ഈ 10 പ്രമാണങ്ങളെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ 10 പ്രമാണങ്ങളാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ നിയമങ്ങളുടെ സാരസംഗ്രഹമെന്ന് വിശേഷിപ്പിക്കാൻ പറ്റും.
വീണ്ടും അല്പം കൂടെ നോക്കിക്കഴിഞ്ഞാൽ പുറപ്പാടിന്റെ പുസ്തകത്തിലെ ഈ കവനന്റ് കോഡിൽ കൊടുത്തിരിക്കുന്ന ഓരോ കവനന്റുകളും, ആ കവനന്റുകള് ഈ 10 പ്രമാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതൊന്ന് ശ്രദ്ധയോടുകൂടി വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇപ്രകാരം ഈ 10 പ്രമാണങ്ങളെ പ്രത്യേകമായ വിധത്തിൽ ഇസ്രായേൽ ജനം മോശ അല്ലെങ്കിൽ പ്രവാചകന്മാര് വ്യാഖ്യാനിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പ്രവചന പുസ്തകം എന്ന് പറയുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ് ആദ്യത്തെ പ്രൈം കമാൻഡ്മെന്റ് എന്ന് വിശേഷിപ്പിക്കുക. അതിപ്രകാരമാണ് ഹെബ്രായ ഭാഷയിൽ അനോഹി എലോഹ ഇസ്രായേൽ അഷേർ ഹൊത്സീത്തഹാമെ ഏറത്സ് മിത്സ്രൈം, അതായത് ഞാൻ ദൈവമാകുന്നു. ആരാണ്? ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിങ്ങളെ കൊണ്ടുവന്ന ദൈവം, ഏക ദൈവം ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രഘോഷണമാണ് നമ്മൾ ആദ്യത്തെ കാണുന്നത്. ഈ ഒരു പ്രമാണത്തെ ഈ പ്രവാചകന്മാര് വ്യാഖ്യാനിക്കുകയും വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് ഈ പുസ്തകത്തിലെ പ്രവാചക ബന്ധങ്ങളിലെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രവാചകൻ എന്താണ് ചെയ്യുന്നത്? പ്രവചനം എന്ന് പറയുന്നത് ഒരു മെത്തഡോളജിയാണ്, അല്ലെങ്കിൽ അതൊരു സാഹിത്യ ശൈലിയാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ സാഹിത്യ ശൈലിയിൽ കാണുന്ന അതിന് ചരിത്രമുണ്ട്. ആ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം നമുക്ക് 1-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിന് സൂപ്പർസ്ക്രിപ്ഷൻ എന്നാണ് പറയുന്നത്. വീണ്ടും ഈ പുസ്തകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പുസ്തകങ്ങളിലെ ചരിത്രത്തെ കാണാൻ പറ്റില്ല, പക്ഷേ ചരിത്രത്തെക്കുറിച്ചുള്ള അവലോകനങ്ങളിലൂടെ അതിന്റെ ദൈവശാസ്ത്രത്തെ നമുക്ക് കാണാൻ സാധിക്കും. 3-ാമതായിട്ട് നമ്മൾ പറഞ്ഞത്, ഇത് നിയമങ്ങളുടെ പ്രവാചകൻ എന്ന് പറയുന്നത് നിയമത്തിന്റെ വ്യാഖ്യാതാവാണ്. അതുകൊണ്ട് ഏത് നിയമമാണ് വ്യാഖ്യാനിക്കുന്നത്? അതായത് പ്രൈം കമാൻഡ്മെന്റിനെ കുറിച്ചുള്ള വ്യാഖ്യാനമാണ്. പ്രൈം കമാൻഡ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രം, അതായത് ഏകദൈവമായ കർത്താവിനെ അല്ലാതെ വേറെ ഒരു ദൈവത്തെയും ആരാധിക്കരുത്, വിശ്വസിക്കരുത് എന്നുള്ള നിയമത്തെ ആധാരമാക്കിയാണ് മറ്റു നിയമ സംഹിതകളെല്ലാം തന്നെ വരുന്നത്. സോഷ്യൽ ജസ്റ്റിസും ഒക്കെ കടന്നു വരുന്നത് ഈ നിയമസംഹിതകളെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ നിയമസംഹിതകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിയമമായിട്ട് കരുതപ്പെടുക. ഇനി ഈ പുസ്തകങ്ങളെ പ്രധാനമായിട്ടും, അതായത് പ്രവാചക ഗ്രന്ഥങ്ങളിൽ 12 മൈനർ പ്രോഫറ്റ്സും അതുപോലെ തന്നെ 4 മേജർ പ്രോഫറ്റ്സുമുള്ള ഈ പ്രവാചക ഗ്രന്ഥങ്ങളെ അത് പല രീതിയിൽ പല സെഗ്മെന്റുകളായിട്ട് നമുക്ക് വേണമെങ്കിൽ തിരിക്കാൻ പറ്റും. അതിന്റെ ചരിത്രത്തിൽ കാണുന്ന പ്രത്യേകതകൾ അനുസരിച്ചുകൊണ്ട് നമുക്കതിനെ മാറ്റാൻ സാധിക്കും, ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ടാണ് പണ്ട് കാലങ്ങളിലൊക്കെ സ്കോളേഴ്സ് ഈ പുസ്തകത്തിലെ 3 രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. 3 രീതിയിൽ. 1-ാമത്തെ രീതിയാണ് പ്രീ എക്സീലിക് പ്രൊഫറ്റിക് ലിറ്ററേച്ചർ, അതായത് പ്രവാസകാലത്തിന് മുമ്പുള്ള പ്രൊഫറ്റിക് ലിറ്ററേച്ചർ. 2-ാമത്തെ പ്രവചനമാണ് എക്സീലിക് പ്രോഫറ്റ്സ്, അല്ലെങ്കിൽ പ്രവാസ കാലഘട്ടത്തിലുള്ള പ്രവചനങ്ങളുടെ സാഹിത്യശൈലി. 3-ാമത്തേതാണ് പോസ്റ്റ് എക്സീലിക്, പ്രവാസത്തിന് ശേഷമുള്ള കാലഘട്ടം. ഇപ്രകാരം 3ആയിട്ട് ഇതിനെ തിരിക്കുമ്പോൾ അതിനെ ഏകദേശം നമ്മൾ വായിക്കുന്ന നമ്മൾ പുസ്തകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ 3 ഭാഗത്തിനെയും ചരിത്രത്തെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയും ആ ചരിത്രത്തെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രവാചക ഗ്രന്ഥങ്ങളുടെ അർത്ഥം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രവാചക ഗ്രന്ഥങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി 3 കാലങ്ങളിലായിട്ടാണ് ഈ പ്രവാചക ഗ്രന്ഥത്തെ മനസ്സിലാക്കുക. എന്തൊക്കെയാണ് പ്രീ എക്സീലിക് ടൈമിൽ നടന്നത്? അതാണ് കഴിഞ്ഞ ആഴ്ച വരെയുള്ള നമ്മുടെ രാജാക്കന്മാരുടെ പുസ്തകങ്ങളുടെ സമ്മറി നമ്മൾ പഠിച്ചത്. രാജാക്കന്മാരുടെ പുസ്തകങ്ങളിലൂടെ നമ്മൾ അവതരിപ്പിച്ച് കേട്ടില്ലേ, സീറോ എഫ്രമൈറ്റ് ക്രൈസിസ് എന്ന് പറയുന്ന ഇസ്രായേലും സിറിയയും കൂടി ജൂദാദേശത്തെ നശിപ്പിക്കാൻ വേണ്ടി കടന്നു വരികയും അത് കാരണം ആഹാസ് രാജാവ് അസീറിയ രാജാക്കന്മാരെ അഭയം പ്രാപിക്കുകയും അസീറിയ രാജാക്കന്മാർ ആഹാസിനോട് പറഞ്ഞു, ദേവാലയത്തെ വ്രണപ്പെടുത്തുക, അല്ലെങ്കിൽ ദേവാലയത്തിലേക്ക് അസീറിയൻ വിഗ്രഹങ്ങളെ കൊണ്ട് വയ്ക്കുക. അതുവഴിയായിട്ട് ആഹാസ് അസീറിയൻ വിഗ്രഹങ്ങളെ കൊണ്ട് വയ്ക്കുകയും അതിന്റെ ഫലമായി ഇസ്രായേൽ, ദമാസ്കസ് എന്നീ നഗരങ്ങൾ
അസീറിയ പിടിച്ചടക്കുകയും വാഗ്ദാന ദേശത്ത് നിന്ന് അവരെ കൊണ്ടുപോവുകയും ചെയ്ത ചരിത്രമാണ് സീറോ എഫ്രമൈറ്റ് ക്രൈസിസും അതിനുശേഷം നടന്ന സംഭവ വികാസങ്ങളുമൊക്കെ. ഇതാണ് പ്രവാസ കാലഘട്ടത്തിന് മുമ്പുള്ള ഒരു കാലഘട്ടമായിട്ട് വിശേഷിപ്പിക്കുക. എന്നാൽ അടുത്ത ഒരു കാലഘട്ടം കൂടിയുണ്ട്. പ്രവാസ കാലത്തിന് ശേഷമുള്ള, അതായത് ഇസ്രായേലിന്റെ പ്രവാസ കാലത്തിന് ശേഷമുള്ള രണ്ടാമത്തെ ഒരു കാലഘട്ടം കൂടിയുണ്ട്. അതും ഈ വിശുദ്ധ പ്രവാചക ഗ്രന്ഥങ്ങളിൽ അതും പരാമർശിക്കപ്പെടുന്നുണ്ട്. അത് നമുക്കറിയാം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളിൽ പ്രധാനമായിട്ടും പ്രതിപാദിച്ചിരിക്കുന്ന സംഭവങ്ങളാണ് ജൂദാദേശത്തിന്റെ അധപ്പതനത്തെ കുറിക്കുന്ന സംഭവങ്ങൾ. അത് ഒന്ന് വളരെ ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രീ എക്സീലിക് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഇപ്രകാരമാണ്. പ്രീ എക്സീലിക് എന്ന് പറയുന്ന കാഴ്ചപ്പാടിനെ കുറിച്ച് ഉള്ള രീതി ഇതാണ്. യഹൂദ സംസ്കാരം എന്ന് പറയുന്നത് യഹൂദ സംസ്കാരം അല്ലെങ്കിൽ ജൂദാ ഗോത്രം ദാവീദിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ഗോത്രമാണ്. ആഹാസ് എന്ന് പറയുന്ന ജൂദാ രാജാവിന്റെ കാലഘട്ടത്തിലാണ് അസീറിയക്കാര് ഇസ്രായേലിനെ ആക്രമിക്കുകയും അതുപോലെ തന്നെ നാമാവശേഷമാക്കുകയും പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. അദ്ദേഹം എന്ത് ചെയ്തു? ആഹാസ് അസീറിയക്കാര് പറഞ്ഞതുപോലെ അസീറിയൻ വിഗ്രഹങ്ങളെ കൊണ്ട് വെച്ചു. എന്നാൽ ഈ ദേവാലയത്തെ വിശുദ്ധീകരിക്കാൻ വേണ്ടി കടന്നു വന്നിരുന്ന വ്യക്തിയാണ് ആഹാസിന്റെ പുത്രനായ ഹെസക്കിയയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന ഒരു പ്രവാചകനാണ് യേശയ്യാ പ്രവാചകൻ. അങ്ങനെ അദ്ദേഹം ആ കാലഘട്ടത്തിലും ഈ സെന്നാകെരീബ് എന്ന് പറയുന്ന അസീറിയൻ രാജാവിന്റെ ആക്രമണം ഉണ്ടായി എന്നതും ഇസ്രായേലിന്റെ അല്ലെങ്കിൽ ജൂദാദേശത്തിലെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഹെസക്കിയ ദേവാലയം വിശുദ്ധീകരിക്കുകയും അതിനുശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് അദ്ദേഹത്തിന്റെ മകനായ മനാസെ കടന്നു വരികയും ചെയ്തു. മനാസെ പ്രോ അസീറിയൻ അല്ലെങ്കിൽ അസീറിയക്കാരോട് കൂറു പുലർത്തിയതുകൊണ്ട് വീണ്ടും ദേവാലയത്തെ മലിനപ്പെടുത്തി വിഗ്രഹങ്ങളെ കൊണ്ട് വയ്ക്കുകയും ദേവാരാധനയ്ക്ക് പകരമായി ബിംബാരാധനകൾ ആരംഭിക്കുകയും ചെയ്ത കാലഘട്ടം. അദ്ദേഹത്തിന്റെ പുത്രനായ അമോനും ഇതുപോലെ തന്നെ ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ അമോന്റെ പുത്രനായ ജോസിയ 8-ാമത്തെ വയസ്സിൽ രാജത്വം സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവിടുത്തെ ദേവാലയം വിശുദ്ധീകരിക്കാൻ വേണ്ടി 2 പേരെ വിടുകയും അതുവഴിയായി ജൂദാദേശത്തുണ്ടായിരുന്ന ജെറുസലേം ദേവാലയത്തിന്റെ മധുബഹായിലെ അല്ലെങ്കിൽ അൽത്താരയുടെ പീഠത്തിൽ നിന്നുകൊണ്ട് അടിയിൽ ചുരുള് കണ്ടുപിടിക്കുകയും ആ ചുരുളെടുത്ത് വായിക്കുകയും അത് വായിച്ചതിന് ശേഷം ജോസിയായ്ക്ക് മാനസാന്തരം ഉണ്ടാവുകയും ചാക്കൊടുത്ത് ചാരം പൂശി അദ്ദേഹം തന്റെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും അനുദപിക്കുകയും ചെയ്തതിന് ശേഷം ദേവാലയത്തെ വിശുദ്ധീകരിച്ച് ദേവാലയത്തിലെ കർമ്മങ്ങൾ ആരംഭിച്ചതിനെ കുറിച്ചുള്ള സൂചനകളാണ് വിശുദ്ധ ഗ്രന്ഥം കൊടുക്കുക. അപ്പോൾ നോക്കിക്കോണം, ജോസിയയുടെ കാലഘട്ടത്തിൽ വീണ്ടും ഒരു ദേവാലയത്തിന് നവീകരണം നടന്നു. അതിനുശേഷം വീണ്ടും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് ശേഷം ഒരു വലിയൊരു യുദ്ധം നടക്കുകയാണ്, ഈജിപ്ത് ദേശവുമായിട്ടുള്ള യുദ്ധം. 609 BC-യിൽ ഈജിപ്ത് ദേശത്തിലെ രാജാവായ ഫറവോ നെക്കോ II ഈ ജൂദാദേശത്തേക്ക് കടന്നു വരികയും അങ്ങനെ ജോസിയായെ വധിക്കുകയും മെഗീദോ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് വധിക്കുകയും അപ്രകാരം പുതിയ ഒരു സംസ്കാരം രൂപപ്പെടുത്തുകയും ചെയ്തു. ഈജിപ്തിനോട് കൂറു പുലർത്തിയിരുന്ന വ്യക്തികളെ മാത്രമേ അവിടെ രാജാവായിട്ട് അഭിഷേകം ചെയ്തുള്ളൂ. അദ്ദേഹത്തിന്റെ മക്കളായ യഹോആഹാസ് അല്ലെങ്കിൽ ഷല്ലൂം അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കി. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകനായ ഏലിയാക്കീം, പിന്നീട് ഈജിപ്തുകാർ പേര് മാറ്റി യഹോയാക്കീം എന്നാക്കി മാറ്റി അദ്ദേഹത്തെ വീണ്ടും നിഷ്കാസനം ചെയ്തു. അതിനൊക്കെയുള്ള ചരിത്രം പിന്നീട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം അദ്ദേഹത്തിന്റെ പുത്രനായ യഹോയാക്കിൻ രാജാവായി. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് 597 BC-യിലാണ് ജൂദാദേശത്തെ ബാബിലോൺ ആക്രമിക്കുകയും അദ്ദേഹത്തെ പ്രിസണർ ഓഫ് വാറായി ബാബിലോണിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അദ്ദേഹത്തിന് ശേഷം കടന്നു വരുന്നത് സെദക്കിയ എന്ന് പറയുന്ന 3-ാമത്തെ പുത്രനാണ്. സെദക്കിയ വരികയും ബാബിലോൺകാര് സെദക്കിയായെ ബന്ധിക്കുകയും
കണ്ണുകൾ ചുഴിഞ്ഞെടുത്ത് കൈകൾ പുറകോട്ട് കെട്ടി ബാബിലോണിലേക്ക് നാട് കടത്തുകയും ചെയ്തു. അതോടുകൂടി ഈ ജൂദാദേശത്തിന്റെ പതനം ആരംഭിച്ചു. ജൂദാദേശത്തിന്റെ ദേവാലയം നാമാവശേഷമാക്കി. ഇങ്ങനെയാണ് ജൂദാദേശം എക്സൈലിലേക്ക് പോകുന്നത്. ഈ എക്സൈലിന്റെ സംഭവത്തെയും പ്രവാചകന്മാര് ഇവിടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രീ എക്സീലിക് എന്ന് പറയുന്ന കാലഘട്ടം എന്ന് പറയുന്നത് രണ്ട് പ്രവാസ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നതാണ്. ഒന്ന് ഇസ്രായേലിന്റെ അസീറിയയിലേക്കുള്ള പ്രവാസത്തെയും, രണ്ട് ജൂദാദേശത്തിന്റെ ബാബിലോണിലേക്കുള്ള പ്രവാസത്തെയും. 587 BC നടന്ന ജൂദാദേശത്തിന്റെ ബാബിലോണിലേക്കുള്ള പ്രവാസത്തെ ഇത് സൂചിപ്പിക്കുകയാണ്. ഇതാണ് പ്രീ എക്സീലിക് കാലഘട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ആ കാലഘട്ടത്തിൽ കടന്നു വന്ന പല പുസ്തകങ്ങളുണ്ട്. പ്രത്യേകിച്ച് ആമോസിന്റെ പുസ്തകം ആ കാലഘട്ടത്തിലാണ്, ഹോഷിയയുടെ പുസ്തകം ആ കാലഘട്ടത്തിലാണ്, സഫനിയയുടെ പുസ്തകം ആ കാലഘട്ടത്തിലാണ്, നാഹുമിന്റെ പുസ്തകം ആ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ യേശയ്യായുടെ പുസ്തകത്തിന്റെ ആദ്യ ഭാഗം 39 വരെയുള്ള അധ്യായങ്ങൾ ഈ കാലഘട്ടത്തിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ഈ പുസ്തകങ്ങളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ പ്രവാസകാലത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പുസ്തകത്തിന് എക്സീലിക് ടൈം കൊടുത്തിട്ടുണ്ട്. എന്താണ് എക്സീലിക് ടൈം? ഇസ്രായേലിന്റെ അല്ലെങ്കിൽ ജൂദാദേശത്തിന്റെ വാഗ്ദാന ദേശത്ത് നിന്നുള്ള യാത്രയാണ് എക്സൈൽ. കഴിഞ്ഞ ആഴ്ചയിൽ എക്സൈലിന്റെ ദൈവശാസ്ത്രം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എക്സീലിക് അല്ലെങ്കിൽ പ്രവാസ കാലഘട്ടത്തിലുള്ള പ്രവാചകന്മാരെ കുറിച്ചുള്ള സൂചനകളാണ് നമുക്കിവിടെ കാണുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ജെറമിയ പ്രവാചകൻ. അതുപോലെ തന്നെ യേശയ്യാ പ്രവാചകന്റെ 40 മുതലുള്ള അധ്യായങ്ങൾ എക്സൈലിന് ശേഷം, എക്സൈലിന്റെ സമാപനത്തിൽ എഴുതപ്പെട്ട പുസ്തകമായിട്ടാണ് വിശേഷിപ്പിക്കുക. അതെന്തുകൊണ്ടാണ് എന്ന് ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കി തരാം. മൂന്നാമത്തെ ഒരു പ്രവാചകനാണ് എസക്കിയേൽ പ്രവാചകൻ. അദ്ദേഹവും എക്സൈലുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവാചകനാണ്. നാലാമത്തെ ഒരു പ്രവാചകനാണ് ഒബദിയ പ്രവാചകൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹബക്കുക്ക് തുടങ്ങിയ പ്രവാചകന്മാരൊക്കെ ഈ എക്സൈലുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവാചക ഗ്രന്ഥങ്ങളുടെ രചയിതാക്കളാണ്. ഇനി ഈ കാലഘട്ടത്തെ നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വീണ്ടും ഒന്ന് ആവർത്തിക്കുകയാണ്. എക്സൈൽ എന്താണെന്നോ എന്തായിരുന്നുവെന്നോ എങ്ങനെയായിരുന്നു എന്നോ ഒന്നും തന്നെ ഈ പ്രവാചകന്മാര് രേഖപ്പെടുത്തിയിട്ടില്ല. മറിച്ച് ആ എക്സൈലിൽ പോയ വ്യക്തികൾക്ക് ഉണ്ടായിരുന്ന ദൈവാനുഭവത്തെയും എന്തുകൊണ്ടാണ് അവർ പോയെന്നുള്ളതിനെ കുറിച്ചുള്ള ദൈവശാസ്ത്രപരമായിട്ടുള്ള വിചിന്തനങ്ങളെയും വീക്ഷണങ്ങളെയുമാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകങ്ങൾ നമുക്ക് നൽകുന്നത്. അതിന്റെ ദൈവശാസ്ത്ര വശം മാത്രമേ ഈ പ്രവാചക ഗ്രന്ഥങ്ങൾ നൽകുന്നുള്ളൂ. മൂന്നാമത്തെ ഒരു ഗ്രൂപ്പാണ് പോസ്റ്റ് എക്സീലിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് പ്രവാസത്തിന് ശേഷം എഴുതപ്പെടുന്ന പുസ്തകങ്ങൾ, അല്ലെങ്കിൽ പ്രവാസ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് പ്രവാസത്തിന് ശേഷം, പ്രവാസ കാലഘട്ടത്തിന്റെ അവസാനം മുതൽ രൂപപ്പെട്ടു വരുന്ന ചിന്താധാരകളാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിന്റെ കണ്ടന്റ് ആയിട്ട് നിൽക്കുക. പ്രവാസ കാലഘട്ടം അവസാനിക്കുന്നത് നമുക്കറിയാം പേർഷ്യൻ സംസ്കാരം കടന്നു വരുമ്പോഴാണ്. സൈറസ് ദ പേർഷ്യൻ എന്ന് പറയുന്ന പേർഷ്യൻ സംസ്കാരം കടന്നു വരുമ്പോഴാണ്, 539 BC കടന്നു വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ബാബിലോൺ സംസ്കാരം അവസാനിക്കുന്നതും പ്രവാസകാലം അവസാനിക്കുന്നതും. അപ്പൊ അതിനുശേഷമുള്ള കാലഘട്ടം എന്ന് പറയുന്നത് തികച്ചും ഇസ്രായേൽ ജനത്തിന് തികച്ചും സന്തോഷദായകമായിട്ടുള്ള കാലഘട്ടമായിരുന്നു. അതുപോലെ തന്നെ വിശുദ്ധമായിട്ടുള്ള തിരിച്ചുവരവിന്റെ കാലഘട്ടമായിരുന്നു. അപ്പോൾ തിരിച്ചുവരവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗങ്ങളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട പുസ്തകങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് യേശയ്യായുടെ പുസ്തകത്തിന്റെ 40-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നഹമു നഹമു അമ്മി എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. കംഫർട്ട് കംഫർട്ട് മൈ പീപ്പിൾ ഇസ്രായേൽ, കാരണം നിന്റെ പാപം കർത്താവ് മോചിച്ചിരിക്കുന്നു, നീ ചെയ്തതിന്റെ ഇരട്ടി ശിക്ഷ നിനക്ക് ലഭിച്ചിരിക്കുന്നു, ആകയാൽ നീ ഇവിടെ നിന്ന് വിട്ടുപോവുക, മലകൾ നിരപ്പാക്കും, കുന്നുകളിലും താഴ്വരകളും നികത്തപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയൊരു സ്വരം, മരുഭൂമി വിളിച്ചു പറയുന്നവന്റെ സ്വരമായിട്ട് പ്രവാചകൻ മാറുകയാണ്. അതായത് ഇവിടെ നിന്ന് ഇസ്രായേലിന്റെ പതനം തീർന്നു, ഇസ്രായേൽ അല്ലെങ്കിൽ ജൂദാദേശം ബാബിലോണിന്റെ പ്രവാസ കാലഘട്ടത്തിന്റെ അവസാനമായി,
അതുകൊണ്ട് ഇനി തിരിച്ച് വാഗ്ദാന ദേശത്തേക്ക് നീ പൊക്കോളുക എന്ന് പറയുന്ന ഒരു സാഹിത്യ ശൈലിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എന്തിനാണ് പോകേണ്ടത് എന്നും കൂടി ഇവിടെ പറയുന്നുണ്ട്. അത് പോകേണ്ടത് ദൈവരാജ്യത്തെ അല്ലെങ്കിൽ പ്രോമിസ്ഡ് ലാൻഡിലേക്കാണ്, ദൈവരാജ്യത്തിന്റെ മഹത്വത്തിലേക്കാണ് നീ പോകുന്നത്. അവിടെ പോയി കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോയത് മുഴുവനും നീ വീണ്ടെടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് പോകുന്നത്. അത് കർത്താവാണ് നിനക്ക് വീണ്ടെടുത്ത് തരുന്നത്. വളരെ മനോഹരമായ ഭാഷയിൽ ഈ നഷ്ടപ്പെട്ടു പോയ ജീവിത സാഹചര്യങ്ങളെ, എക്സൈലിലൂടെ, പ്രവാസകാലത്തിലൂടെ നഷ്ടപ്പെട്ടു പോയ ജീവിത സാഹചര്യങ്ങളെ ദൈവമായ കർത്താവ് നിനക്ക് വീതിച്ചു തരുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഉള്ള വചനഭാഗങ്ങളാണ് നമ്മൾ കാണുന്ന ഈ വചനഭാഗങ്ങളെല്ലാം തന്നെ. പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ നഷ്ടപ്പെട്ടു പോയ അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് വിശുദ്ധഗ്രന്ഥം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഹോശേയയുടെ പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തില് മനോഹരമായ രീതിയിൽ പറയുന്നുണ്ട്. ഇപ്രകാരമാണ് പറയുന്നത്. 3-ാം അധ്യായം 4-ാം വാക്യം: ഞാൻ നിനക്കും അങ്ങനെ ആയിരിക്കും, രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ ആരാധനാ സ്തംഭമോ ഏഫോദോ കുലദൈവങ്ങളോ ഇല്ലാതെ ഇസ്രായേൽ മക്കൾ ഏറെക്കാലം കഴിയും. അതായത് എന്തൊക്കെയാണ് പ്രവാസകാലത്തിന്റെ പ്രത്യേകത? ഇസ്രായേലിൽ രാജാക്കന്മാരുണ്ടാവുകയില്ല, നേതാക്കന്മാരുണ്ടാവുകയില്ല, ദൈവവിശ്വാസം ഉണ്ടാവുകയില്ല, ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാവുകയില്ല. അവരുടെ നഷ്ടപ്പെട്ടു പോകുന്ന സ്വത്തുക്കള് ഇതെല്ലാം തന്നെ ദേവാലയം നഷ്ടപ്പെടുന്നു. ഇതെല്ലാം തന്നെ നഷ്ടത്തിന്റെ കഥയാണ് ഈ എക്സൈൽ പറയുന്നതെങ്കിൽ പോസ്റ്റ് എക്സീലി പീരീഡ് എന്ന് പറയുന്നത്, പ്രവാസാനന്തര കാലഘട്ടം എന്ന് പറയുന്നത് ഈ നഷ്ടപ്പെട്ടു പോയതിനെയൊക്കെ തിരിച്ചു തരുന്ന ഒരു കാലഘട്ടമാണ്. അത് വളരെ മനോഹരമായിട്ട് യെശയ്യായുടെ പുസ്തകത്തിലും എസെക്കിയേലിന്റെ പുസ്തകത്തിലും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എസെക്കിയേലിന്റെ 34-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഒരു ഇടയനെ കുറിച്ചുള്ള ചിത്രമാണ്. പഴയ കാലഘട്ടത്തിൽ ഇടയൻ ആരായിരുന്നു? ഇടയൻ എന്ന് പറയുന്നത് രാജാവാണ്. ആ രാജാവ് ഇടയന്മാർ തങ്ങളുടെ ആടുകളെ കൊന്നു തിന്നുന്നവരായിരുന്നു. ആടുകൾക്ക് എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നവുമില്ലാത്ത ഒരു ഇടയന്റെ സങ്കല്പമായിരുന്നു പഴയ നിയമ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഇടയനായിട്ട് തിരികെയാണ്, മുറിവേറ്റതിനെ വച്ചുകെട്ടും, തളർന്നതിനെ ഞാൻ തോളിലേറ്റും. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ഇടയ സങ്കല്പത്തെ അവതരിപ്പിക്കുകയാണ് യഥാർത്ഥത്തില് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ചെയ്യുന്നത്. അതായത് ഇതാണ് റിസ്റ്റോറേഷൻ ഓഫ് ദ കിങ്ഷിപ്പ്. ദൈവം രാജാവായിട്ട് മാറുകയാണ്. അതിന്റെ കൾമിനേഷനാണ് സക്കറിയായുടെ പുസ്തകത്തിന് 14-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത്. ദൈവം രാജാവാകുന്നു, അവന്റെ നാമം ഒന്ന് മാത്രമാണ്. ആ രാജാവിനെയാണ് എല്ലാവരും വന്ന് ആരാധിക്കേണ്ടത്. ഈ ഒരു വലിയ സങ്കല്പത്തെയാണ് എക്സൈൽ, പോസ്റ്റ് എക്സീലിക് പീരീഡ് എന്ന് പറയുന്ന ആ കാലഘട്ടം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ പുസ്തകങ്ങളുടെ ഒക്കെ ഒരു കണ്ടന്റ് പോസ്റ്റ് എക്സീലിക് പീരീഡിൽ കടന്നു വരുന്ന എസെക്കിയേലിന്റെ പുസ്തകത്തിന്റെ 34 മുതലുള്ള അധ്യായങ്ങളില്, ജെറമിയായുടെ പുസ്തകത്തിന് 30 മുതൽ 33 വരെയുള്ള അധ്യായങ്ങള്, യെശയ്യായുടെ പുസ്തകത്തിന് 40 മുതൽ 66 വരെയുള്ള അധ്യായങ്ങൾ, ഹഗ്ഗായിയുടെ പുസ്തകത്തിന്റെ 1, 2, 3 അധ്യായങ്ങൾ, സക്കറിയായുടെ പുസ്തകത്തിന്റെ 14 അധ്യായങ്ങൾ, മലാക്കിയുടെ പുസ്തകത്തിന്റെ 4 അധ്യായങ്ങൾ, ഇത്രയും അധ്യായങ്ങള് യഥാർത്ഥത്തില് ഈ എക്സൈലിന് ശേഷമുള്ള, പ്രവാസത്തിന് ശേഷമുള്ള ഇസ്രായേൽക്കാരുടെ ജീവിതത്തെ ലക്ഷ്യം വെക്കുന്നതാണ്. അപ്പൊ ഈ ഭാഗം വായിക്കുമ്പോൾ ഇവർ വരേണ്ട ആ കാലഘട്ടത്തിന്റെ ചരിത്രവും ആ കാലഘട്ടത്തിന്റെ ദൈവശാസ്ത്രവുമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. പ്രത്യേകിച്ച് പ്രവാസ കാലഘട്ടത്തിന് ശേഷം ഇസ്രായേൽക്കാരുടെ പ്രധാനപ്പെട്ട ഒരു ത്രസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഈ ദേവാലയം പണിയുക എന്ന് മാത്രമാണ്. ദേവാലയം, തകർന്നു പോയ ദേവാലയം പണിയുക. ഹഗ്ഗായിയൊക്കെ അതിനു വേണ്ടിയിട്ട് വളരെയധികം സ്ഥൈര്യത്തോടു കൂടി, വിശ്വാസത്തോടു കൂടി നിന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഹഗ്ഗായിയുടെ പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളൊക്കെ പറയുന്നത്, നിങ്ങൾ വലിയ കൊട്ടാരങ്ങളിൽ വസിക്കുമ്പോൾ, മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കുമ്പോൾ കർത്താവിന്റെ ആലയം അത് ശൂന്യമായിട്ട് കിടക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നിങ്ങൾ വിതയ്ക്കും, പക്ഷെ കുറച്ച് മാത്രമേ കൊയ്യത്തുള്ളൂ. നിങ്ങൾ പാനം ചെയ്യും, പക്ഷെ നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാവുകയില്ല. നിങ്ങൾ ഭക്ഷിക്കും, നിങ്ങൾക്ക് ഒരിക്കലും തൃപ്തി വരികയില്ല. നിങ്ങൾക്ക് കമ്പിളി പുതയ്ക്കും, തണുപ്പത്ത് കമ്പിളി പുതയ്ക്കും, പക്ഷെ ആ കമ്പിളിക്ക് നിന്റെ തണുപ്പ് അകറ്റാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? മലയുടെ മുകളിലേക്ക് ചെന്ന് മരം വെട്ടി താഴേക്ക് കൊണ്ടുവന്ന് ദേവാലയം പണിയുക. ഇങ്ങനെയുള്ള ചിന്തകളും ദേവാലയത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടി
ദേവാലയത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി അതുവഴിയായിട്ട് വാഗ്ദാന ദേശത്തിന്റെ ഉയർപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ചിന്തകളായിരുന്നു ഈ പ്രവാചക ഗ്രന്ഥങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുകയാണ്. നമ്മൾ ഇതിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കാണും. കാരണം ഈ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ചെറിയ ചെറിയ ബ്ലോക്കുകൾ, എവിടെയാണ് നമുക്കൊക്കെ ബ്ലോക്കുകൾ ഉണ്ടാകുന്നത്, അതൊന്ന് പരിഹരിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിലും ഇതേ ആശയത്തിന്റെ തുടർച്ച ഉണ്ടായിരിക്കും എന്ന കാര്യം കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.